മാമ്പഴം കൊതിയന്മാർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ മാമ്പഴം പുളിശ്ശേരി. മാമ്പഴം പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടാണ് കേട്ടോ. ഈ ഒരു മാമ്പഴം ഈ ഒരു സമയത്ത് കാണുമ്പോൾ അതിനേക്കാൾ ഏറെ കൊതിയാണല്ലേ. കാരണം ഇത് മാമ്പഴ സീസണൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മാമ്പഴം ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് നന്നായിട്ട് പഴുത്തതിന് ശേഷം നമുക്കത് ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് ഏകദേശം ഒരു 5 മാസത്തോളമായി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തൊലി ഉരിഞ്ഞ് വെക്കുക കേട്ടോ. പഞ്ചാരമാങ്ങ, നാട്ടുമാങ്ങ എന്നൊക്കെയാണ് ഈ ഒരു മാമ്പഴത്തിന് പറയുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനേക്കായിട്ടുള്ള തേങ്ങ ചിരവിയതും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മാങ്ങ മുഴുവനായിട്ട് ഇതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞൊരു ചട്ടിയിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കുക കേട്ടോ. ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോഴും നല്ല രുചിയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിലോട്ട് നമുക്ക് ഇതൊന്ന് വേകാനായിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക. കൂടുതൽ വെച്ച് കൊടുക്കരുത്, ഒരു ഇച്ചിരി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വെന്തിട്ടുണ്ട്. ആ സമയത്ത് അതിലോട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ചിരവിയതിലോട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഞാനിവിടെ ഊർമിള ഉണ്ണിയുടെ റെസിപ്പി പോലെ എല്ലാം ഉണ്ടാക്കുന്നത് എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. ആ സമയം നമുക്ക് അതിലോട്ട് നെയ്യ് ചൂടായി അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്ത് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊരു വറവുണ്ടാക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ സംഭവം സെറ്റായി. നല്ല രുചികരമായിട്ടുള്ള മാമ്പഴം പുളിശ്ശേരി തയ്യാറായി. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.